ബിഗ് ബോസിൻ്റെ ലൈവിൽ അനീഷിനെ നാറ്റിച്ച് വിടുന്നുണ്ട് നൂറ നൂതല ചെരുപ്പ് ഫാക്ടറിയുടെ ഓണറാണല്ലോ. അപ്പം നൂറയ്ക്ക് പൂർണ്ണ അധികാരമുണ്ട് ആ ഒരു ഫാക്ടറിയിൽ. അപ്പോൾ ആരെ നിയമിക്കണം എന്ന് നൂറയ്ക്ക് തീരുമാനിക്കാം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പം നൂറയുടെ അടുത്ത് അപേക്ഷിച്ച് എങ്ങനെയെങ്കിലും കാല് പിടിച്ച് ഒരു പണി മേടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് അനീഷ് നൂറയുടെ അടുത്ത് ചെന്നിട്ട് മേഡം എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പണി തരണം എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൂറ് പറയുന്നുണ്ട്, താൻ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോക്കോ, എനിക്കിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നതേ ഇഷ്ടമല്ല. താൻ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഒരു പ്രാവശ്യം പറയുന്നതാണ് എനിക്ക് കേൾക്കാൻ താല്പര്യമുള്ളൂ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, ഇവിടുന്ന് ഇപ്പം തന്നെ വിട്ടുപോകും, ഇല്ലെങ്കിൽ തനിക്കൊരു ജോലിയില്ല എന്ന് നൂറ അനീഷിൻ്റെ അടുത്ത് പറയുന്നു. അനീഷിന് ഇത്തവണ നൂറയുടെ അടുത്ത് ഇതിനെ മറിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം നൂറയുടെ അടുത്ത് എങ്ങനെയെങ്കിലും കാല് പിടിച്ച് നിന്നാൽ മാത്രമേ ബ്ലാക്ക് കോയിൻ കിട്ടാതിരിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ഗോൾഡ് കോയിൻ കിട്ടണമെങ്കിൽ നൂറയുടെ സ്നേഹം പിടിച്ച് പറ്റിയേ പറ്റത്തുള്ളൂ. അപ്പോൾ വെറുപ്പിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നൂറ ബ്ലാക്ക് കോയിൻ കൊടുത്തു വിട്ട് ഒഴിവാക്കി വിടും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നൂറ പറയുന്നതിനോടനുസരിച്ച് അവിടെ ആ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ നോക്കുകയാണ് അനീഷിന് ഇന്ന് ജോലിയില്ല, നാളെയാണ് അനീഷിനെ നിയമിച്ചേക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ കൂടുതൽ സ്നേഹം പിടിച്ചു പറ്റി ഇന്ന് തന്നെ ജോലിക്ക് കയറാൻ ശ്രമിക്കുന്നതാണ് പക്ഷേ അനീഷിന്റെ ശ്രമം പരാജയപ്പെട്ടു. അനീഷ് അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെക്കുന്നുണ്ട് നൂറ. ഇപ്പോൾ എനിക്ക് പണി തരാൻ കഴിയത്തൊന്നുമില്ല, ഇപ്പോൾ താൻ അങ്ങ് പൊക്കോ, അല്ലെങ്കിൽ നിന്നെ പിടിച്ചു മാറ്റേണ്ടി വരുമെന്ന്, എൻ്റെ അസിസ്റ്റന്റിനെ വിളിച്ച് നിന്നെ പിടിച്ചു മാറ്റേണ്ടി വരുമെന്ന് അനീഷിൻ്റെ അടുത്ത് പറയുന്നു. അങ്ങനെ അനീഷ് നൈസായിട്ട് ഒരു സല്യൂട്ട് അടിച്ചിട്ട് പയ്യെ അവിടെ നിന്ന് ഒഴിവായി സ്കൂട്ടായി പോകുന്നു. നൂറ അതൊന്നും മൈൻഡ് ചെയ്യാതെ അപ്പുറത്തേക്ക് തലയും തിരിച്ചിരിപ്പുണ്ട്. എന്തായാലും നൂറ ടാസ്കിലെ മുതലാളിയായിട്ട് കിഡുമായിട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.